എന്റെ പൊന്ന് ശ്രീകുട്ടി, ഞാൻ എത്ര വട്ടം പറഞ്ഞു, നീ ഇങ്ങനെ വിളിച്ച് എന്നെ ശല്യപ്പെടുത്തല്ലേ. വേറൊന്നുമല്ല, അവന് ഇഷ്ടമല്ല. അവൻ കൂടെ പഠിച്ച കൂട്ടുകാരിനൊന്നും അവന് ഇഷ്ടപ്പെടാനുള്ള ഒരു മനസ്സല്ല അവന് സിനിമയാണ് അവന്റെ ലോകം. നീ എന്ത് വർത്താനം പറഞ്ഞത്? നീ ഇങ്ങോട്ട് വരുമെന്ന് എന്നെ കാണാനായിട്ടാ. എന്റെ പിന്നെ അവൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുപോകാനൊന്നും പറ്റൊന്നുമില്ല. എടാ, അയ്യോ, ഇവിടെ എത്തിയെന്നോ? എന്റെ ദൈവമേ, എന്നാ വാ, ഞാനിവിടെ ഉണ്ട്. എന്തെങ്കിലും തീരുമാനിക്കാം നമുക്ക്. ഇങ്ങോട്ട് വാങ്ങോടെ. ഇന്ന് കാണണം. ഇന്നെ കണ്ടേ പറ്റൂ. എനിക്ക് സംസാരിക്കണം. രണ്ടിലൊന്നും അറിയണം. ഇന്ന് അവനെ എനിക്ക് കാണണം. രണ്ടിലൊന്നും അറിഞ്ഞേ പറ്റൂ. കടേ കടേ നടന്നോ? കടേ നടന്നോ? കടേ നടന്നോ? കുഞ്ഞേ, ഇനി ഞാൻ ക്ലോസ് ഇട്ടാ. അവിടെ ഒരു വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലോസ് ഡയലോഗ് പറയാം. എന്റെ പൊന്ന് ശ്രീകുട്ടി, ഞാൻ പറഞ്ഞല്ലോ, ശ്രീകുട്ടിന്റെ കാര്യം അന്വേഷിക്കണ്ട. എന്റെ മനസ്സിൽ എന്താണ് നീ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. അവനോട് ഇഷ്ടമാണെന്നുള്ള കാര്യം പറയാനല്ലേ, അത് നടക്കൂല. എന്റെ പൊന്ന് ശ്രീകുട്ടി, നിനക്ക് എന്താണ് ഉദ്ദേശം എനിക്ക് മനസ്സിലാവണോ? അത് നടക്കില്ല. നിന്റെ ഇഷ്ടം അവന് സമ്മതിക്കില്ല. അവന് വേറെ സിനിമ. എന്റെ പൊന്ന് ശ്രീകുട്ടൻ, നിനക്ക് നിന്റെ കേടാണ് എനിക്ക് അറിയാൻ. ശ്രീകുട്ടൻ ഫോണെന്ന് വിളിച്ചെടുക്കത്തില്ല. നിന്റെ ഇഷ്ടം. ശ്രീകുട്ടനെ വിളിച്ച് ശല്യപ്പെടുത്താൻ നിൽക്കണ്ട. കാരണം ശ്രീകുട്ടൻ പല തിരക്കുള്ള. നിന്റെ ഉദ്ദേശം നടക്കില്ല. എന്റെ ശ്രീകുട്ടി നടക്കില്ല. അവന് സിനിമാ ലോകമാണ് ശ്രീകുട്ടി, അത് മനസ്സിലാക്കുക. നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ, ഇത് മനസ്സിലാക്കുക. അവനെ വെറുതെ വിട്. നീ അവനിവിടെ തന്നെയുണ്ട്. നീ അത് പറഞ്ഞിട്ടേ പോവുള്ളൂ. നിന്റെ പ്രണയം എന്തായാലും എനിക്കറിയാമല്ലോ നടക്കുന്നുള്ളത്. ചുമ്മാ മനുഷ്യൻ. ശ്രീകുട്ടിന്റെ കാര്യം പറഞ്ഞാൽ ശ്രീകുട്ടി പറയണ്ട. അവന് ഇഷ്ടമല്ല. ഞാൻ അസിസ്റ്റന്റ്. എന്ത് മറി എത്ര ടേക്കായി എടുക്കണത് സാറേ? നിങ്ങൾക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ലേ? എത്ര ടേക്കായി? ഞങ്ങള് പുതുമുഖങ്ങളാണ് സാറേ. കുറച്ച് പൈസ കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇത്ര പേര് അവിടെ വെയിറ്റ് ചെയ്തിട്ടില്ല ഫുഡും കഴിക്കാണ്ട്. ഫുഡുണ്ടോ? ഇപ്പൊ ടൈം എത്രയാണോ? ടൈം എത്രയായി? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ ഒരു ടേക്ക് എടുത്തോ, രണ്ടെടുത്തോ, മൂന്നാമത്തേലും ഓക്കെ ആക്കണം. അല്ലെങ്കിൽ എന്തല്ല അടുത്ത സിനിമയിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റൂല സാറേ. ശ്രീകുട്ടിന്റെ കാര്യം കൊണ്ട് ശ്രീകുട്ടിന് വരണ്ട. കാരണം അവന് ഇഷ്ടമല്ല നിന്നെ. കാരണം ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവന് സിനിമയാണ് ഇഷ്ടം. അതൊന്നും അവന് ഇഷ്ടപ്പെടില്ല. നമ്മള് മൂന്നുപേരും ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരാണെന്ന് മറക്കല്ലേ നീ കേട്ടോ. അവൻ എടുക്കാത്ത നീ എന്തെങ്കിലും പറഞ്ഞു വേണമായിരിക്കും. എന്നാലും അവനിവിടെ വരും, കണ്ടിട്ട് പോയാൽ മതി. പക്ഷെ നിന്റെ ഇഷ്ടം എന്നാലും നടക്കില്ല. നീ എന്തെങ്കിലും ചെയ്യും. എന്തായാലും അവനിവിടെ വരും. എന്നാലും ഇവിടെ വരാന്ന് പറഞ്ഞു. വിളിക്കൊന്നും വേണ്ട, അവന് വരും. അതെ, വല്ലണ്ട് ആള് വരുന്നുണ്ട്. റോളിംഗ് ആക്ഷൻ. ശ്രീകുട്ടി നിന്നേ. ശ്രീകുട്ടി നിന്നേ. കുട്ടി നിന്നേ. ശ്രീകുട്ടൻ വാടാ, ഇങ്ങോട്ട് വാടാ. അതെ അഭിലാഷേട്ടോ എന്തെങ്കിലും ഉണ്ടെന്ന് ഇടയാണ് കേട്ടോ ശ്രീകുട്ടല്. അല്ല, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ പോയി കഴിയുമ്പോ വരും. വൈബും വരും. അതെ, ലൊക്കേഷൻ കുറച്ച് നിൽക്കുന്നത് നീ വന്ന ജോയിൻ ചെയ്യുന്ന സാധനം എടുക്കാൻ. ശ്രീകുട്ടി റെഡി സാർ, റെഡി. ഇതെന്താണ് അഭി കാണാൻ പറഞ്ഞ കാര്യം പറയാനുണ്ടോ കേട്ടോ. മൊത്തമായിട്ടൊക്കെ പോവാം. ഫീൽഡ് ക്ലിയർ. റെഡി ആക്ഷൻ. ഇവിടെ പ്രശ്നമുണ്ട്.
കടയിൽ എന്താണ് അഭി പ്രശ്നം എന്ന് ചോദിക്കണം. അപ്പൊ ഞാൻ പറയാം എന്താണെന്ന്. അപ്പാണ് നിന്നോട് പ്രേമിച്ചു വന്നെങ്ങനെയാന്ന് പറയുമ്പോ നീ നടക്കില്ല എന്ന സാധനം പറഞ്ഞു കേട്ടോ. ഓക്കെ, അടിച്ചടി ആക്ഷൻ. എന്താ പ്രശ്നം? ശ്രീകുട്ടി, നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ ഒന്നും പറയണ്ട. ഇന്നലത്തെ വിളിയായിരുന്നു. നിന്നെ കുറെ നാളെ വിളിച്ചല്ലോ. എപ്പോഴും വിളിച്ചെന്തോ കാര്യങ്ങൾ പറയണ്ടല്ലോ. ഇവൾക്ക് എന്ത് ഇഷ്ടമാണ് നിന്റെ അടുത്ത്, ഇവിടെ ഇന്ന് തന്നെയാണ് കല്യാണം കഴിക്കുന്നത് ഭയങ്കര എന്താന്ന് വെച്ചാൽ പറ ശ്രീകുട്ടി. നിനക്ക് എന്താണ് ഇവനോട് എന്താണ് ഇഷ്ടം? തുറന്നു പറ. അവന് ഇഷ്ടമാണെങ്കിൽ ഓക്കെ. എന്റെ കല്യാണം നോക്കുന്നത് എന്റെ വീട്ടുകാരാണ്. അപ്പൊ അവര് തീരുമാനിച്ചുറപ്പിച്ച കല്യാണമുണ്ട്. ലൈല കാജലുമായിട്ടുള്ള കല്യാണം അടുത്ത തിങ്കളാഴ്ച നടക്കുകയാണ്. അത് ഞാൻ എന്റെ വീട്ടുകാർക്ക് കൊടുത്ത വാക്കാണ്. പ്രണയം ഒരാൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. അത് ഓരോരുത്തരുടെ ആ സമയത്തൊരു ഫാന്റസി എന്ന് പറയുന്നത്. അല്ല, ഇതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ചുള്ള നമ്മള് ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്, അറിയാലോ. ഞാനും നീയും തമ്മിൽ എന്തെങ്കിലും റിലേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്റെ ചോദ്യം നിനക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ പറയും. എടാ, നിങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. അവർക്കൊരു ഇഷ്ടം തോന്നി നിന്റെ കൂടെ ജീവിക്കണം എന്ന് തോന്നി. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വന്നാൽ എന്നെ വിളിച്ചു പറയുമ്പോ ഞാൻ ജീവിക്കണമെന്ന് ഓരോരുത്തർക്കും തോന്നുമല്ലേ. ഇപ്പൊ എന്തോ പറഞ്ഞ് ജീവിക്കാൻ തോന്നുന്നു. അപ്പൊ നിന്റെ മനസ്സിൽ സിനിമയാണോ? എന്റെ മനസ്സിൽ സിനിമയാണ്. പിന്നെ എന്റെ വീട്ടുകാരാണ്. വീട്ടുകാരോട് ഉറപ്പിച്ച് വെച്ചാൽ കല്യാണമാണ്. ആര് ലൈല കാജൽ കല്യാണം തിങ്കളാഴ്ച കൃത്യം. ലൈല കാജൽ ചെറുപ്പം പോലെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇവിടെ ഇത്ര ദൂരം താണ്ടി ഇവിടെ വന്നത്. ഇഷ്ടം ഓരോരുത്തർക്കും തോന്നാൻ ഓരോരുത്തരോടും തോന്നാം. വലിയ നടന്മാരോടും തോന്നാം. ഒന്നും പറഞ്ഞ് കെട്ടാൻ പറ്റുമൊന്നും. അപ്പൊ താൻ അതൊന്ന് മനസ്സിലാക്കി. ഇവിടെ ഉള്ളിന്റെ ഉള്ളിലെ ഇഷ്ടമുണ്ടോ അത് താൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. കൊണ്ടേ കഴിയും. ഫ്രണ്ട്ഷിപ്പ് ഉള്ളൂന്ന്. എത്ര നല്ല പയ്യന്മാര് പ്രപ്പോസലായിട്ട് ചെന്നതെന്നറിയോ? കല്യാണാലോചനയായിട്ട്. താൻ മതി എന്ന് പറഞ്ഞ് ശ്രീകുട്ടനുള്ളൂ. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ശ്രീകുട്ടനുള്ളൂ. ഇതുണ്ടോ, ഹനുമാൻ സ്വാമിയെ പോലെ തന്നെ എന്റെ ഉള്ളില് ശ്രീരാമന്റെ പടം വരയ്ക്കണ പോലെ ഇങ്ങനെ ബട്ടർഫ്ലൈ പൊട്ടണമില്ല ഇങ്ങനെ നെഞ്ചിന്റെ ഉള്ളില് നിന്റെ രൂപമാണ് കുട്ടി വെച്ചോണ്ടിരിക്കുന്നത്. ആ കുട്ടികളെ നീ ഒരു നിമിഷം കൊണ്ടുണ്ടല്ലോ ശ്രീകുട്ടി. ഓരോരുത്തർക്കും ഉള്ളിൽ ഒരുപാട് രൂപങ്ങളുണ്ടാവും. ആ രൂപങ്ങൾക്കൊപ്പം നിൽക്കുന്നത്. എന്തായാലും ശ്രീകുട്ടി, ഒരു നല്ലൊരു പയ്യൻ നിനക്കായി എവിടെയെങ്കിലും കാത്തിരിക്കണ്ട. നല്ലൊരു പയ്യൻ. എന്റെ കല്യാണം കഴിഞ്ഞു പോയി. അല്ലായിരുന്നെങ്കിൽ പക്ഷേ അങ്ങനെയല്ല ശ്രീകുട്ട. നീ വളഞ്ഞ തമാശ ഓളടിക്കുന്നതല്ല. അതല്ല പറഞ്ഞേ. തനിക്ക് മനസ്സിലായി. എന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ ഇനി ഇങ്ങനെ മനസ്സിലാക്കുക. സ്നേഹിക്കുന്നവരാദ്യം മനസ്സിലാക്കണം. ഈ കാജലോ ഐശ്വര്യ ജൂഹിച്ചവളെ പോലെ ഒന്നും പേരിൽ മാത്രമേ ഉള്ളൂ കാജൽ. കാണുമ്പോൾ എന്റെ നിറവ് കറുപ്പല്ലേ? ഇവളുടെ നിറം പോലില്ല. ഇവളുടെ നിറം പോലില്ല കുട്ടിക്ക്. നിറത്തിലല്ല കാര്യം, മനസ്സിലായ കാര്യം. നിറം ഒരു കണ്ണാടി ചില്ല് പോലെയാണ്. ശരി, ഞാൻ ശ്രീകുട്ടി നമ്മള് കരയണ്ട. കരയല്ലേ? കരയല്ലേ ശ്രീകുട്ടി? ഓരോരുത്തർക്കും ഓരോ പ്രണയങ്ങൾ ഉണ്ടാവും. എന്നും പറഞ്ഞ് ഇന്നാളെ കല്യാണം കഴിക്കുമ്പോൾ നിർബന്ധിച്ചാൽ എന്ത് പറയാനോ. ഒരുപാട് പേരുടെ കണ്ണീരും ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ പറയില്ല. അവള് കരയുന്ന കണ്ടില്ലേ? കാരണം നിന്നെ സ്നേഹിച്ചിട്ടാണ് അവൾ അത്ര ദൂരെ നിന്ന് വന്നത്. മനസ്സിലായില്ലേ? നിനക്ക് പറ്റുമെങ്കിൽ ഒരു ജീവിതം ലൈഫ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. നമുക്ക് ഒരു എന്താ പറയാ, ഒരു ദിവ്യമായിട്ടുള്ള പ്രണയം തോന്നിയിട്ടില്ല. ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ലേ, വർഷങ്ങൾക്ക് മുന്നേ അല്ലേ. ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്തോരം പേര് പ്രണയിക്കുന്നുണ്ട്. ആരെയും കല്യാണം കഴിക്കുന്നെന്ന് ഞാൻ പറഞ്ഞു നോക്കട്ടെ. ഞാൻ മഞ്ജുവിനെ സ്നേഹിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. അതാണ് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചോദിച്ചിരുന്നു. ബിന്ദുവിനോട് ചോദിച്ചിരുന്നു. പിന്നെ രഞ്ജു. കരയരുത്, ജീവിതം ജീവിക്കുക. എന്തായാലും ഇവൻ പറഞ്ഞ പോലെ, കാരണം ഇവൻ സിനിമാ ലോകവും എന്തോ പുറപ്പെടുന്നവരോട്ട് എന്റെ ലൈഫ് സിനിമ സീരിയലൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഈ ഒരു പ്രണയം അതൊരു എന്താ പറയാ, ചെറുപ്പക്കാരനാക്കും. അതാണ് പ്രണയം. എന്നാലും ഞാൻ പോണോ ശ്രീകുട്ടി? ശ്രീകുട്ടാ പോണം. എടാ, കാര്യങ്ങൾ പറഞ്ഞതിന് മുമ്പ് പോകല. ശ്രീകുട്ടാ, ഇനി നീ എടുത്ത ഇത് ഓക്കെ എങ്ങനെയാണ്? ഓക്കെ റിട്ടേൺ അല്ലേ? ഇത് റണ്ണിങ് ആണ്. കിട്ടിയോ നോക്കാം. കിട്ടി റണ്ണിങ് ആണ്. സ്വപ്നത്തിലേക്ക് പോട്ടെ. കണ്ണടക്ക്. ശ്രീകുട്ടൻ വരുന്നു.
കെട്ടിപ്പിടിക്കുന്നു. അതായിരിക്കും സ്വപ്നത്തില്. കടേ കടേ ആക്ഷൻ. ഒരു മഴയായി ഒരു വെയിലായി ഒരു കാറ്റായി വന്നോ നീ, ഇരുളലയായി ഇരുളലയായി ഹൃദയമായി വന്നോ നീ, ശ്രീകുട്ടൻ ശ്രീകുട്ടന്റെ ഓ ആകുമേ എന്നുള്ളം കാലം നിന്നോരം എന്തായി ശ്രീകുട്ടി? ഒന്നും പറയണ്ട എന്റെ പൊന്നയ്യപ്പ. കാരണം അവൻ ദേഷ്യപ്പെട്ടങ്ങ് പോയി. എന്താ അവന്റെ കാര്യമെല്ലാം നടക്കുവോ? കാര്യം നടക്കില്ല. ഇവളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞു. അവള് കരഞ്ഞു ഉപ്പാടായിട്ട് നിൽക്കണേ. എന്തിനാ മോളെ കരയണത്? ഈ ഇന്ത്യ ലോകത്ത് അവനെ കാട്ടി അടിപൊളി ചെക്കന്മാരും പൊളിപ്പ ചെക്കന്മാര്. ശ്രീകുട്ടി എന്തായി കാര്യങ്ങളൊക്കെ ശ്രീകുട്ടിന്റെ? അവന്റെ കാര്യങ്ങൾ വരെ നടക്കുവോ? എന്റെ പൊന്നയ്യപ്പ, അവൻ ഇപ്പൊ ദേഷ്യപ്പെട്ട് പോയുള്ളൂ. എന്തിനാ നീ കരയണെന്തിനാ? കണ്ണുടച്ചേ വേറെ പെണ്ണുണ്ടെന്ന്. വേറെ പെണ്ണ് സെറ്റാണ്. പിന്നെ സിനിമയാണ് അവന്റെ ലോകം. ഈ ഇന്ത്യ ലോകത്തുണ്ടല്ല അവനെക്കാട്ടി നല്ല അടിപൊളി ചെക്കന്മാരെ ഞാൻ കൊടുത്തരാ. ഞാനൊന്ന് കെട്ടിയതല്ലേ, ഞാൻ നോക്കിയല്ലേ. ഞാനും അല്ല അത് കണ്ണു തുടച്ചോളൂ. എന്തായാലും നല്ലത് പറയട്ടെ അല്ലേ? അവൻ പോണെങ്കിൽ പോട്ടേന്ന്. അത് തന്നെ. ഞാൻ പറയണ മനസ്സിലാക്കി. നല്ലൊരു പയ്യൻ എന്തായാലും ശ്രീകുട്ടിക്ക് ഉണ്ടാവും. അവൻ പോണെങ്കിൽ പോട്ടെ. മോളെ കണ്ണൊക്കെ തുടച്ചേ. ഞാൻ കെട്ടിയതായതുകൊണ്ട് ഞാൻ കെട്ടിയതാ. അവനെക്കാട്ടി അടിപൊളി ചെക്കന്മാരെ ഞാൻ കൊണ്ടുവന്നില്ലേ. എന്തായാലും വിധിയാണെന്ന് നോക്കിയ. കാരണം അവനിപ്പോ പുതിയ പെണ്ണ് പോട്ടെ. സിനിമ പ്രാന്തൻ. അവന് പുതിയ പെണ്ണ്, സിനിമ, അതൊക്കെയാണ് അവന്റെ ലോകം. എന്തായാലും പോട്ടെ. എന്തായാലും നല്ലത്. അവൻ പോണെങ്കിൽ പോട്ടെ. അവന് സിനിമ എന്ന് പറഞ്ഞ പ്രാന്താണ്. എന്റെ മോള് കണ്ണൊക്കെ തുടച്ചേ. നിനക്ക് അങ്ങനെയല്ല. നിനക്കൊരു കരിയർ ഉണ്ട്. ഈ സിനിമ പ്രാന്ത് പിടിച്ചവന്റെ എന്തിനാണ് മോളെ അവനൊക്കെ പ്രേമിക്കാൻ നിൽക്കുന്നത്? അറിയല്ലേ മോളെ, അറിയല്ലേ? നിന്നെ അവൻ ഗർഭിണി ഉണ്ടാക്കിയിട്ടില്ലല്ലോ. പിന്നെന്താണ്? പേടിക്കണ്ട. പോട്ടവൻ പേടിപ്പിച്ചോളഞ്ഞല്ലോടാ അയ്യപ്പ. ഇന്നത്തെ കാലത്തെ ഇതൊക്കെ സഹജമാണ്. എന്റെ മോള് ഇതേ ഒരു ചേട്ടൻ പറയുന്ന പോലെ കരയല്ലേ. അവനോട് പോവാൻ പറ. അവനോട് പോവാൻ പറ്റും. അവൻ സിനിമ എന്ന് പറഞ്ഞവൻ ശ്രീകുട്ടന്റെ കാര്യം. ശ്രീകുട്ടന്റെ കാര്യം ലിപി മാറിപ്പോയെന്ന് ഓർത്ത് അല്ല. അവനില്ലാത്ത ജീവിതം എനിക്ക് പറ്റും തോന്നുന്നില്ല. എനിക്ക് ആത്മഹത്യ ചെയ്യാനൊക്കെ തോന്നുന്നുണ്ട്. എന്ത് ഈ വധൂരിക്ക് വേണ്ടിട്ട് എന്റെ പൊന്നുമോള് ഇവിടുത്തെ ആത്മഹത്യ ചെയ്യാൻ നിൽക്കല്ലേട്ടാ. ദൈവത്തോർത്ത് വധൂരിക്ക് അവൻ പോണെങ്കിൽ പോട്ടെ. ഒരു സിനിമ പ്രാന്തം വന്നേക്ക്. നല്ല ആൾക്കാരെ കിട്ടും. മോൾക്ക് നല്ല ആൾക്കാരെ ഞാൻ റെഡിയാക്കി തരാം. മോളിപ്പോ പോ. മാരേജ് പൂരം എടുത്തന്നെ അയ്യപ്പൻ. എന്റെ പൊന്നു മോളെ ഒന്ന് കരച്ചിൽ നിർത്താൻ. അവൻ പോണെങ്കിൽ പോട്ടെ. മോൾക്ക് അതിനെക്കാട്ടി നല്ല ചെക്കന്മാരെ കിട്ടും. അത് തന്നെ, നല്ല സുന്ദരന്മാരെ. ഇങ്ങനെയാണ് മാരേജ് പൂരം എടുത്തന്നെ അയ്യപ്പൻ. ഞാൻ റെഡിയാക്കി തരാം. അത് തന്നെ. ഗ്ലാമർ നോക്കിട്ടൊന്നുമില്ല. എന്നെക്കാളും പ്രായം കുറഞ്ഞതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മോളെ വിഷമിക്കല്ലേ, ഞങ്ങളുണ്ട്. അവൻ പോണെങ്കിൽ പോട്ടെ. അവനൊരു സിനിമ പ്രാന്തനാണ് അവൻ. എന്നാലും മോള് പോയിട്ട് പോവാ അല്ലേ? പിന്നെ ഈ സങ്കടം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. എന്തിനു മോളിൽ കാര്യം? അവൻ പോണെങ്കിൽ പോട്ടെ. സിനിമ പ്രാന്തൻ. എന്തായാലും മോൾക്ക് ഇവിടെ അയ്യപ്പൻ മാരേജ് പൂരം നടത്തുന്നത് നല്ലൊരു ചെറുക്കൻ. അത് നല്ല പയ്യൻ, നല്ല ഉഷാർ പയ്യൻ. അവനൊരു ഉഷാർ പയ്യൻ. അവന് ഒന്നാമത് ഏജ് കണ്ടിട്ട് കുറവാണ്. അതുകൊണ്ടാണോ? ആണോ? അറിയില്ല മോളെ. എന്തായാലും നല്ലത് വരട്ടെ. നമ്മുടെ അയ്യപ്പനാണെങ്കിലും അറിയാലോ. കാരണം വെച്ചാൽ മാരേജ് പൂരൊക്കെ ചെയ്യുന്ന പുള്ളി ശരിയാക്കി തരും. അവന്റെ പ്രായം എന്താ മോള് പറഞ്ഞു? അവന് 26 വയസ്സും
എനിക്ക് 28 വയസ്സുള്ളൂ. പക്ഷെ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവനിപ്പോ ഒരു 20 വയസ്സായ ഒരു കുട്ടിനെ കണ്ടപ്പോ അവൻ എന്നെ ഇട്ടിട്ട് പോയി. എല്ലാം തിരിച്ചു വരും. കാരണം എന്ന് വെച്ചാൽ മോൾക്കും ഉണ്ടാവും ഒരു സമയം ഉണ്ടാവും. എന്നാലും പോയി വാ, എന്നാലും മോള് പോയിട്ട് വാ. കാരണം വെച്ചാൽ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടി തന്നെയാണോ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതെന്ന് മോള് പറഞ്ഞില്ല. എന്താ കാര്യം? എന്താ? അവന് 26 വയസ്സും എനിക്ക് 28 വയസ്സുമാണ്. പക്ഷെ ഞങ്ങള് വയസ്സിന്റെ ഇതാണല്ലേ? അവനെനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പൊ അവന് പ്രായം കുറഞ്ഞൊരു പെണ്ണിനെ കണ്ടപ്പോ എന്നെ ടച്ച് പോയി. കണ്ടാ ശ്രീകോട്ട, ഇതുപോലൊരു കുട്ടീനെ നിനക്ക് കിട്ടത്തില്ല. നീ പോയിക്കോ പോയിക്കോ. കണ്ടാ ഇത് ഒരു രാജകുമാരിയെ നിനക്ക് കിട്ടുമോ? കിട്ടത്തില്ല. എന്തായാലും മോള് പോയി സന്തോഷം ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നോക്കുന്നല്ലേ അയ്യപ്പനോട്. കുട്ടി താനീ ഡിപ്രഷനൊന്നും ആവാണ്ട് അവന് അവന്റെ കാര്യം നോക്കി അവൻ പോയി. അവൻ വലിയ സിനിമാ താരൊക്കെ ആവുമല്ലോ. അപ്പൊ നല്ല നല്ല സുന്ദരി പെണ്ണുങ്ങളെ അവനക്ക് കിട്ടും. അതൊക്കെ നീ ഡിപ്രഷനിൽ പോയിട്ട് തൂങ്ങിച്ചാവാനും നിക്കല്ല, ആത്മഹത്യക്ക് നിക്കല്ലേ. എന്റെ പൊന്ന്, ഒരു ജ്യേഷ്ഠൻ പറയുന്ന പോലെ ഒന്ന് കേൾക്കണം. എന്റെ പൊന്ന് മോളെ ഇങ്ങനെ കരയല്ലേ. ഞങ്ങളൊരു പെങ്ങളായിട്ട് മോളെ ഞാൻ കണ്ടേക്കണത് കേട്ടാ. കരയല്ലേ ഇങ്ങനെ. അവൻ പോണെങ്കിൽ പോട്ടെ, ആ ബദൂരി പോണെങ്കിൽ പോട്ടെ. എന്തിനിങ്ങനെ കരയണത്? അവനെ മറക്കണം. ശ്രീകുട്ടനെ ഉറപ്പായിട്ടും മറക്കണം. എനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുന്നില്ല. ശ്രീകുട്ടി എന്തുകൊണ്ടും മറക്കാൻ പറ്റൂല അവനെ. അവള് സ്നേഹിച്ചു പോയല്ലേ അയ്യപ്പ? ഇത്ര നേരം ഞാൻ ശ്രീകുട്ടികളല്ലേ പറഞ്ഞത്, അവനെ മറന്ന് കളയണം. ശ്രീകുട്ടി എന്തുകൊണ്ട് അവനെ മറക്കാൻ പറ്റാത്ത? സ്നേഹിച്ചു പോടാ, നമ്മുടെ കുഞ്ഞു പെണ്ണ് സ്നേഹിച്ചു പോയി. അവന് നല്ല അടിപൊളി ചെക്കന്മാരെ ഞാൻ റെഡിയാക്കി തരാന്ന് മാരേജ് പറഞ്ഞില്ലേ. പോലെ അടുത്തന്നെയല്ലേ അയ്യപ്പൻ? വേറൊന്നുമല്ലല്ലോ, ഞാൻ ഫേവറായിട്ടൊന്നുമല്ലല്ലോ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ശ്രീകുട്ടി പോയിട്ട് വാ, എല്ലാം നല്ലതിനായിട്ട് പോയിട്ട് വാ. എനിക്ക് അവനെ അങ്ങനെ മറക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് അവനെ മറക്കണം? ബദൂരിനെ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമാണ് ശ്രീകുട്ടിനോട്. എന്ത് സ്നേഹം? അവനിക്കില്ലാത്ത സ്നേഹം എന്തിനാണ് ശ്രീകുട്ടി? ഞാൻ മറക്കാൻ ശ്രമിക്കുക, പെട്ടെന്നൊന്നും പറ്റില്ല. ഇവൻ തന്നെ ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ട്. മാരേജ് പോലെ അടുത്തന്നെ അയ്യപ്പൻ. ഞാൻ നല്ല നല്ല ചെക്കന്മാര്, അവനയിലും നല്ല സുന്ദരന്മാരെ ഞാൻ റെഡിയാക്കി തരാം. പെണ്ണുകൊണ്ട് ആണും ഉണ്ട്. എന്നിട്ട് ഇതുവരെ തെണ്ടി എനിക്ക് ഓർമ്മ സെറ്റാക്കിയിട്ടുണ്ടോ? ശ്രീകുട്ടി ഒരു ജ്യേഷ്ഠന്മാര് പറയുന്ന പോലെ ഒന്ന് കേൾക്കണം. കടും കൈ ഒന്നും ചെയ്യരുത് അവന് വേണ്ടി. ഇല്ലില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല. ഞാൻ അവനെ മറക്കാൻ ശ്രമിക്കാം. അവന് വേണ്ടി കടും കൈ ഒന്നും ചെയ്യരുത് ശ്രീകുട്ടി. കടേ നബി ഫോണ്, ശ്രീകുട്ടി ഫോണ്. അയ്യോ ശ്രീകുട്ടാ പോലടാ. രാധമ്മേ, നാളെ തിങ്കളാഴ്ച അല്ലേ? തിങ്കളാഴ്ച 11:30 ശ്രീകുട്ടന്റെ കല്യാണമാണ്. എന്റെ ശ്രീകുട്ടൻ എന്റെ. അപ്പൊ നാളെ 11:30 ശാന്തിപുരം ഓഡിറ്റോറിയത്തിൽ വെച്ച്, ഓഡിറ്റോറിയം അല്ല, ശാന്തിപുരം ബി-സൈഡ് വെച്ച് കല്യാണം. 11:30 പെണ്ണ് ലൈല കാച്ചൽ. അപ്പൊ കല്യാണത്തിന് കാണാം. ബൈ. ഞങ്ങളെ പറഞ്ഞ പോട്ടെ. കടേ